നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. പിതാവ് വാഹനാപകടത്തിൽ മരിച്ചതിനു പിന്നാലെ 2 ദിവസത്തിനുള്ളിൽ 18 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞും മരിച്ചു. വെള്ളർക്കാട് കൊയില് റോഡിൽ തറമേൽഞ്ഞാലിൽ വീട്ടിൽ സുധീഷ് അനുരാധ ദമ്പതികളുടെ മകളെയാണ് ഉറക്കത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ 2:30 അക്കിക്കാവ് വെച്ച് ബൈക്കും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ചാണ് ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന 24 വയസ്സുള്ള സുധീഷ് മരിച്ചത്. ഇന്ന് സുധീഷിന്റെ മരണാനന്തര ചടങ്ങിന്റെ ഭാഗമായി അസ്ഥി പെറുക്കുന്ന ദിവസമായിരുന്നു. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് തൊട്ടിലിൽ കിടന്നിരുന്ന കുഞ്ഞിനെ മൂക്കിൽ നിന്നും രക്തം വാർന്ന് തണുത്തു മരവിച്ച് ചലനമില്ലാത്ത നിലയിൽ കണ്ടത്. തുടർന്ന് മരത്തംകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് മരണം സ്ഥിരീകരിച്ചു. ഇതിനുശേഷം മേൽനടപടികൾക്കായി കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും മാറ്റി. പാൽ തൊണ്ടയിൽ കുരുങ്ങിയതാകാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. രാത്രിയിൽ പാൽ കൊടുത്തതിനു ശേഷം തൊട്ടിലിൽ കിടത്തിയതായിരുന്നു. സംഭവത്തിൽ എരുമപ്പെട്ടി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. കുന്നംകുളം നഗരമധ്യത്തിൽ ശനിയാഴ്ച രാത്രിയിലുണ്ടായ വാഹനാപകടത്തിൽ 3 വയസ്സുകാരൻ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. പഴഞ്ഞി പെരുന്തുരുത്തി സ്വദേശികളായ 3 വയസ്സുള്ള യുവ, ജയകൃഷ്ണൻ, ശ്രീലക്ഷ്മി എന്നിവർക്കാണ് പരിക്കേറ്റത്. ശനിയാഴ്ച രാത്രി 9:30 അപകടം സംഭവിച്ചത്. തൃശൂർ റോഡിൽ നിന്ന് പട്ടാമ്പി റോഡിലേക്ക് സഞ്ചരിക്കുകയായിരുന്ന സ്കൂട്ടറിൽ ഗുരുവായൂർ റോഡിൽ നിന്ന് വന്ന കാർ നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു. കാർ സ്കൂട്ടറിൽ ഇടിച്ചതിനെ തുടർന്ന് സ്കൂട്ടർ യാത്രികർ റോഡിലേക്ക് തെറിച്ചു വീണു. അപകടത്തിൽ സ്കൂട്ടറിനും കാറിനും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. പരിക്കേറ്റവരെ ഉടൻ തന്നെ കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ ചേർന്ന് മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ നഗരസഭ പ്രഥമ വൈസ് ചെയർമാനും രാഷ്ട്രീയ സാംസ്കാരിക മാധ്യമരംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന വീട്ടിക്കിഴി ഗോപാലകൃഷ്ണനെ സ്മാരക ട്രസ്റ്റ് അനുസ്മരിച്ചു. അനുസ്മരണ സമ്മേളനം അഡ്വക്കേറ്റ് VT ബൽറാം MLA ഉദ്ഘാടനം ചെയ്തു. വീട്ടിക്കിഴി ഗോപാലകൃഷ്ണന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരം ദീപിക രാഷ്ട്രദീപിക ചാവക്കാട് ലേഖകൻ KT വിൻസെന്റിനും, പൊതുപ്രവർത്തക പുരസ്കാരം PI സൈമൺ മാസ്റ്റർക്കും, സഹകാരി പുരസ്കാരം എറിയാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PS മുജീബ് റഹ്മാനും സമ്മാനിച്ചു. ഗുരുവായൂർ ദേവസ്വം മുൻ ചെയർമാൻ TV ചന്ദ്രമോഹൻ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ നൽകി. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് ചികിത്സാ സഹായം വിതരണം ചെയ്തു. ട്രസ്റ്റ് പ്രസിഡന്റ് R രവികുമാർ അധ്യക്ഷനായി. ചാവക്കാട് ഫർക്ക സഹകരണ റൂറൽ ബാങ്ക് പ്രസിഡന്റ് CA ഗോപപ്രതാപൻ, അർബൻ ബാങ്ക് ചെയർമാൻ AT സ്റ്റീഫൻ, ഗുരുവായൂർ നഗരസഭ പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട്, വടക്കേക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NMK നബീൽ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, CS സൂരജ്, KPA റഷീദ്, R ജയകുമാർ, ലിജിത് തരകൻ, ശശി വാർനാട്ട്, നിഖിൽ G കൃഷ്ണൻ, PV ഗോപാലകൃഷ്ണൻ, ബാലൻ വാർനാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. പോളിയോ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി പൾസ് പോളിയോ തുള്ളിമരുന്ന് നൽകലിന്റെ ഉദ്ഘാടനം കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ രാമപുരം സബ് സെന്ററിൽ വെച്ച് നിർവഹിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാജൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ NK ചന്ദ്രവതി, സ്വീറ്റി ഷാജു, പഴഞ്ഞി സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് നവ്യ ഇട്ടിയര, ഹെൽത്ത് ഇൻസ്പെക്ടർ KU ജയശ്രീ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സംസാരിച്ചു. പഴഞ്ഞി ഉല്ലാസ് അംഗനവാടിയിൽ നടന്ന ചടങ്ങിന്റെയും ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു. ആശാപ്രവർത്തക ജിനി K ജോൺസൺ, മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ചിത്ര ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. വിവിധ കേന്ദ്രങ്ങളിലായി നടന്ന പരിപാടികൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ്, സ്ഥിരം സമിതി അധ്യക്ഷരായ MP രാജൻ, KM റസാഖ്, ശൈലജ അരുൺദാസ് തുടങ്ങിയവർ ഉദ്ഘാടനം ചെയ്തു. 14 കേന്ദ്രങ്ങളിലായി 1545 കുട്ടികളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പഞ്ചായത്തിൽ പോളിയോ നിർമ്മാർജ്ജന യജ്ഞത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ അറിയിച്ചു. കടവല്ലൂർ കൊരട്ടിക്കര GLP സ്കൂളിൽ നടന്ന സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കുട്ടികൾക്ക് ജനാധിപത്യത്തിന്റെ ബാലപാഠമായി. പൊതുതിരഞ്ഞെടുപ്പിന്റെ മാതൃകയിൽ സംഘടിപ്പിച്ച തിരഞ്ഞെടുപ്പിൽ 92% പോളിംഗ് രേഖപ്പെടുത്തി. ജനാധിപത്യ മൂല്യങ്ങൾ ബാല്യത്തിൽ തന്നെ കുട്ടികളിലേക്ക് പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളിൽ തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചത്. തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പോസ്റ്ററുകളും തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും സൗഹൃദപരമായ മത്സരവുമെല്ലാം സ്കൂൾ അങ്കണത്തെ സജീവമാക്കി. വോട്ടെടുപ്പ് ദിനത്തിൽ ഓരോ വോട്ടിന്റെയും പ്രാധാന്യം മനസ്സിലാക്കി വിദ്യാർത്ഥികൾ ബൂത്തിലെത്തി ജനാധിപത്യ അവകാശം വിനിയോഗിച്ചു. CRPF ഭടന്മാരുടെ മാതൃകയിൽ തോക്കേന്തി കുട്ടിപ്പട്ടാളം വൻ സുരക്ഷയൊരുക്കിയതും വേറിട്ട കാഴ്ചയായി. നിഷ്കളങ്കതയ്ക്കൊപ്പം ജനാധിപത്യ ബോധവും കൈകോർത്തപ്പോൾ സ്കൂൾ അങ്കണം ഒരു കൊച്ചു ജനാധിപത്യ ഉത്സവമായി മാറി. രാവിലെ തുടങ്ങിയ വോട്ടെടുപ്പ് ഉച്ചവരെ നീണ്ടു. പ്രധാന അധ്യാപിക PV ജിഷ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു. വൻ ഭൂരിപക്ഷത്തോടെ നിയ നിലോഫർ സ്കൂൾ ലീഡറായും
അഹമ്മദ് സയ്യിദ് ആരോഗ്യമന്ത്രിയായും സഫ്ര ഫാത്തിമ കലാസാംസ്കാരിക മന്ത്രിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് പ്രത്യേക അസംബ്ലിയിൽ റിട്ടേണിംഗ് ഓഫീസറായ അധ്യാപിക മീനാകുമാരി സത്യവാചകം ചൊല്ലിക്കൊടുത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾ ചുമതലയേറ്റു. വിജയിച്ച പ്രതിനിധികൾ തങ്ങൾക്ക് വോട്ട് നൽകി പിന്തുണച്ച സഹപാഠികൾക്ക് ക്ലാസുകൾ സന്ദർശിച്ച് നന്ദി പറഞ്ഞു. വോട്ടെടുപ്പ് പ്രവർത്തനത്തിന് അധ്യാപകരായ മീനാകുമാരി, കെ വി ധന്യ, സി കെ പ്രീത എന്നിവർ നേതൃത്വം നൽകി. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ 2026 വടക്കാഞ്ചേരി ബ്ലോക്ക് തല ഉദ്ഘാടനം എരുമപ്പെട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രുതി ലാലു കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ ശ്രീകൃഷ്ണൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സി ജി ജോൺ, സ്വപ്ന പ്രദീപ്, പഞ്ചായത്ത് മെമ്പർ എൻ കെ കബീർ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എ കെ ടോണി എന്നിവർ സംസാരിച്ചു. ഹെൽത്ത് സൂപ്പർവൈസർമാരായ പ്രീത അജയകുമാർ, വി ജെ ജോബി, ഹെൽത്ത് ഇൻസ്പെക്ടർ കെ സൂസി, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരായ പി ലിസി, ജെ ജെ ഫിലോമിന, കെ പി പ്രിൻസി, കെ എഫ് ബാബു, കെ എ ചന്ദ്രൻ, സി ജി ജോസഫ്, സ്മിത ശങ്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ചൊവ്വലൂർ പടിയിൽ സ്കൂട്ടർ ഇടിച്ച് കാൽനട യാത്രികന് പരിക്കേറ്റു. പാലക്കാട് സ്വദേശി ബാബുവിനാണ് പരിക്കേറ്റത്. രാവിലെ 8:30യോടെയായിരുന്നു അപകടം. പരിക്കേറ്റയാളെ എക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CPM പഴഞ്ഞി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത കൃഷി പച്ചക്കറി തൈകളുടെ വിതരണോദ്ഘാടനം കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MN സത്യൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം അഖിൽ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം NK ഹരിദാസൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AA മണികണ്ഠൻ, ബ്രാഞ്ച് സെക്രട്ടറി AY അഷ്റഫ്, CDS ചെയർപേഴ്സൺ ബിന്ദു മനോഹരൻ, കർഷക സംഘം മേഖലാ സെക്രട്ടറി PM റജിമോൻ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ബ്രഹ്മകുളം സെന്റ് തെരേസാസ് ഗേൾസ് ഹൈസ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അസിസി പ്രൊവിൻസ് കോർപ്പറേറ്റ് മാനേജർ C റാണി കുര്യൻ അധ്യക്ഷത വഹിച്ചു. ഓൾ ഇന്ത്യ ഇൻഡോർ ചാമ്പ്യൻഷിപ്പിൽ 8ാം സ്ഥാനം നേടിയ നിവ മെറിൻ റാഫേലിനെയും SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടുകയും വിവിധ മേഖലകളിൽ മികവ് തെളിയിക്കുകയും ചെയ്ത വിദ്യാർത്ഥികളെയും ഉപഹാരം നൽകി അനുമോദിച്ചു. ബ്രഹ്മകുളം സെന്റ് തോമസ് ചർച്ച് വികാരി ഫാദർ ഡേവിസ് പനക്കുളം അനുഗ്രഹ പ്രഭാഷണം നടത്തി. വാർഡ് കൗൺസിലർ MV ബിജു, സെന്റ് തെരേസാസ് കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ നീത ടെസിൻ, PTA പ്രസിഡന്റ് AV ജെൻസൺ, MPTA പ്രസിഡന്റ് അലിത് അജു, സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ഡെയ്സ് മരിയ എന്നിവർ സംസാരിച്ചു. പന്നിത്തടം ചിറമനേങ്ങാട് കോൺകോഡ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിവിരുദ്ധ ദിനം ആചരിച്ചു. സ്കൂൾ മാനേജർ RM ബഷീർ ലഹരിവിരുദ്ധ ദിന സന്ദേശം അവതരിപ്പിച്ചു. ചടങ്ങിൽ പ്രിൻസിപ്പൽ സുബൈദ BV, വൈസ് പ്രിൻസിപ്പൽ രാജി പ്രകാശ്, മറ്റധ്യാപകർ എന്നിവർ സന്നിഹിതരായിരുന്നു. സ്കൂൾ ലീഡർ ഫാത്തിമ ഷിഫ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഓപ്പറേഷൻ തൂഫാനെക്കുറിച്ച് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി MM ഫിദ സംസാരിച്ചു. ലഹരിവിരുദ്ധ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന വിവിധ കലാപരിപാടികൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. പന്നിത്തടം സെന്ററിലും വിദ്യാർത്ഥികൾ മൈം, ഫ്ലാഷ് മോബ്, തെരുവു നാടകം എന്നിവ അവതരിപ്പിച്ചു. മമ്മിയൂർ LF കോൺവെന്റ് UP സ്കൂളിൽ ലോക ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. സ്കൂൾ അസംബ്ലിയിൽ പ്രധാനാധ്യാപിക സിസ്റ്റർ സിമി മരിയ ലഹരിവിരുദ്ധ സന്ദേശം നൽകി. വിദ്യാർത്ഥി പ്രതിനിധി മുഹമ്മദ് സയാൻ ബോധവൽക്കരണ പ്രസംഗം നടത്തി. ലഹരിവിരുദ്ധ സന്ദേശങ്ങളടങ്ങിയ പ്ലക്കാർഡുകളുമായി വിദ്യാർത്ഥികൾ അസംബ്ലിയിൽ അണിനിരന്നു. 2ാം ക്ലാസ് വിദ്യാർത്ഥിനി ഇസ്ന ഫിജോ ലഹരിക്കെതിരായ ആംഗ്യപ്പാട്ട് അവതരിപ്പിച്ചു. ഓപ്പറേഷൻ തൂഫാൻ ഒപ്പുശേഖരണ പരിപാടി പ്രധാനാധ്യാപിക ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരും വിദ്യാർത്ഥികളും ഒപ്പുശേഖരണത്തിൽ പങ്കാളികളായി. 5ാം ക്ലാസ് വിദ്യാർത്ഥികൾ സ്കൂളിന് സമീപത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സ്റ്റിക്കറുകൾ പതിച്ചു. ലഹരിവിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്ന റീൽസ് നിർമ്മാണ മത്സരം വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ചു. നേരത്തെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷനിലെ സാജൻ, സുധീഷ് എന്നിവർ വിദ്യാർത്ഥികൾക്ക് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നൽകിയിരുന്നു. പോർക്കുളം ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ നടന്ന പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് KA ജ്യോതിഷ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് തുഷാര സുബീഷ്, സ്ഥിരം സമിതി അധ്യക്ഷരായ സിന്ധു ബാലൻ, രേഖ ജയരാമൻ എന്നിവർ സന്നിഹിതരായിരുന്നു. മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ പിങ്കി പോൾ അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ KR പ്രേംരാജ്, പബ്ലിക് ഹെൽത്ത് നഴ്സ് PP ഷാജിദ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ CS ബാബു,
ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ ജീനമ്മ ജോസഫ്, ശ്യാമിലി ശങ്കർ എന്നിവർ നേതൃത്വം നൽകി. പഴഞ്ഞി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് കേഡറ്റുകൾ ലഹരിക്കെതിരെ സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്തി. സ്കൂൾ PTA പ്രസിഡന്റും വാർഡ് മെമ്പറുമായ PM അലി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപിക മേഴ്സി മാത്യു അധ്യക്ഷത വഹിച്ചു. JRC കൗൺസിലർ PK അബൂബക്കർ സന്ദേശം നൽകി. JRC കൗൺസിലർമാരായ ദിവ്യ, ശരണ്യ എന്നിവർ സംസാരിച്ചു. കേഡറ്റുകളായ അലൻ, ആദിദേവ്, നിവേദ്യ, സഫിയ എന്നിവർ നേതൃത്വം നൽകി. കാട്ടാകമ്പാൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൃഷിഭവന്റെ സഹകരണത്തോടെ നടത്തുന്ന ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ചിറക്കൽ അറഫ പാലസിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ നിർവഹിക്കുമെന്ന് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് അറിയിച്ചു. കാർഷിക മേഖലയിലെ ഹരിത, റെയ്ഡ്കോ, കാർഷിക കർമ്മസേന, കുടുംബശ്രീ തുടങ്ങിയവയുടെ സ്റ്റാളുകൾ ഞാറ്റുവേല ചന്തയിൽ പ്രദർശിപ്പിക്കും. വിവിധ അത്യുൽപാദന ശേഷിയുള്ള തൈകൾ സ്റ്റാളിൽ വിൽപ്പന നടത്തും. പ്രതിസന്ധി കാലഘട്ടത്തിൽ കൃഷിയെ വരുമാനമാക്കി മാറ്റാൻ എങ്ങനെ തയ്യാറെടുക്കാം എന്ന വിഷയത്തെക്കുറിച്ച് ഞാറ്റുവേല ചന്തയുടെ ഭാഗമായുള്ള സെമിനാറിൽ കാർഷിക വിദഗ്ധർ ക്ലാസുകൾ നയിക്കുമെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അറിയിച്ചു. ചരമം കാട്ടകമ്പാൽ സറായിൽ തലേക്കര പ്രഭാകരൻ നിര്യാതനായി. 85 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. തങ്കമ്മ ഭാര്യയും രാജി സുരേന്ദ്രൻ മകളുമാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.